ദേശീയ ഗാനത്തെയും പതാകയും പോലെ തന്നെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെയും നെഞ്ചോട് ചേർക്കാൻ കേന്ദ്ര സർക്കാർ. വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുന്ന അതിനിർണായകമായിട്ടുള്ള ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ തീ പിടിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന ഈ ബില്ലിനെതിരെ മതമൗലികവാദികളും അവരെ താങ്ങി നിർത്തുന്ന രാഷ്ട്രീയക്കാരും ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിന് കോപ്പുകൂട്ടുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഏറ്റവും മുൻഗണന നൽകി പാസാക്കാൻ ഉദ്ദേശിക്കുന്ന ബില്ലുകളിൽ ഒന്നാണ് വന്ദേ മാതരത്തിന് പരിരക്ഷ നൽകുന്ന ഈ പുതിയ നിയമം. രാജ്യസഭയിൽ ബിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷം ഉറപ്പാണെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം. എന്നാൽ പതിവ് പോലെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വന്ദേ മാതരത്തിന് അർഹമായിട്ടുള്ള ആദരവ് നൽകുമ്പോൾ പ്രതിപക്ഷത്തിന് എന്തിനാണ് ഇത്ര പൊള്ളുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ: വോട്ട് ബാങ്ക് പ്രീണനം. ദേശീയ പ്രതീകങ്ങളെ അപമാനിക്കുന്നതിന് ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം വരുമ്പോൾ അതിനെ എതിർക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ എതിർപ്പിന്റെ രാഷ്ട്രീയവും കാപട്യവും കൂടുതൽ വ്യക്തമാകും. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള തീവ്രവാദ സംഘടനകളെ വെള്ളപൂശുന്ന മുഖ്യമന്ത്രി VD സതീശനെയും മറ്റു നേതാക്കളെയും സംബന്ധിച്ച് മതമൗലികവാദികളുടെ വോട്ടാണ് അവർക്ക് വലുത്. വന്ദേ മാതരം പാടാൻ പറ്റില്ലെന്ന വാശിയിൽ രാജ്യത്തെ തന്നെ വെട്ടിമുറിച്ച മുസ്ലിം ലീഗിന്റെ പിൻഗാമികളായിട്ടുള്ള ഇവിടുത്തെ ലീഗുകാരും എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെ വന്ദേ മാതരത്തോട് പ്രതിഷേധിക്കുകയാണ്. ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണഘടനയും ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചേ മതിയാകും. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും. മതത്തിന്റെ സ്ഥാനം രാജ്യത്തിന് താഴെ. എവിടെ? രാജ്യത്തിന് താഴെ. ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ, ഒരു കാലത്ത് കോൺഗ്രസിന്റെ എല്ലാ യോഗങ്ങളും വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് തുടങ്ങിയിരുന്നത്. ഇന്ന് അതേ കൊങ്ങികൾ വോട്ട് ബാങ്കിന് വേണ്ടി ചരിത്രം മറന്നു തുള്ളുകയാണ്. കമ്മികൾക്ക് കാലാകാലങ്ങളായി ദേശീയതയോടുള്ള പുച്ഛം പരസ്യമായിട്ടുള്ള കാര്യമാണ്. 1960 യുദ്ധത്തിൽ ചൈനയെ പിന്തുണച്ചതിന് നിരോധനം വാങ്ങിയ ടീംസിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ 1950 തന്നെ മതപരമായിട്ടുള്ള എതിർപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി വന്ദേ മാതരത്തിലെ വിവാദമായിട്ടുള്ള വരികൾ ഒഴിവാക്കിയാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത്. എന്നിട്ടും സക്കീർ നായിക്കിനെ പോലെയുള്ള തീവ്രവാദികൾ വിഷം കുത്തിവെച്ചതിന്റെ ഫലമായിട്ടാണ് പലർക്കും ഈ ഐത്തം വീണ്ടും പിറവിയെടുത്തത്. രാജ്യത്തെ നെഞ്ചോട് ചേർക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരെ കൂടി മതമൗലികവാദികളെ പോലെ ചിന്തിപ്പിച്ച് ഭിന്നിപ്പിച്ച് നിർത്തി വോട്ട് നേടുക എന്ന ഗൂഢലക്ഷ്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. എന്നാൽ പ്രീണനത്തിന്റെ ആ പരിപ്പൊന്നും ഇനി ഇവിടെ വേവാൻ പോകുന്നില്ല. മുഴുവൻ വന്ദേ മാതരവും പാടിയേ മതിയാകൂ. മതത്തിന് മുകളിൽ രാഷ്ട്രത്തെ പ്രതിഷ്ഠിക്കുന്നവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ. വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ഇനി ഈ രാജ്യത്ത് വെച്ച് പൊറുപ്പിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് വരാനിരിക്കുന്ന നിയമം. രാജ്യത്തിന്റെ അഭിമാന പ്രതീകങ്ങളെ വോട്ട് ബാങ്കിന് വേണ്ടി തള്ളിപ്പറയുന്ന പ്രീണന രാഷ്ട്രീയക്കാർക്ക് വരും നാളുകളിൽ ഇവിടുത്തെ ദേശഭക്തരായിട്ടുള്ള ജനങ്ങൾ തന്നെ കൃത്യമായ മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. മിസ്റ്റർ സിസ്റ്റം